Hello and welcome to Disha Academy. Welcome to the world of English. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുകയാണ്. I hope your preparations are going well. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് 5 സുപ്രധാന ഗ്രാമർ നിയമങ്ങളെ പറ്റിയിട്ടാണ്. ഇംഗ്ലീഷ് ഭാഗമായിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 ഗ്രാമർ നിയമങ്ങൾ. നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാം. അതിന് മുന്നേ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു പിഴവ് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് വളരെ കാര്യമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചെറിയ നിയമങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കില്ല. തൽഫലമായിട്ട് ഈ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ വിൽ ബി സ്റ്റക്ക് ആകുന്നത് മാത്രമല്ല, നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ നിയമങ്ങൾക്കൊക്കെയും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ 5 നിയമങ്ങളിലേക്ക് കടന്നാലോ? പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാതെ let's get straight into the video. 5 must know grammar rules that will boost your score. അപ്പോൾ ഒന്നാമത്തെ നിയമം അത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന ടെൻസിനെയും സിമ്പിൾ പാസ്റ്റ് എന്ന ടെൻസിനെയും സംബന്ധിച്ചിട്ടുള്ളതാണ്. അതെന്താണെന്ന് പറഞ്ഞു തരാം. സ്ക്രീനിലേക്ക് നോക്കുക. ഭൂതകാലത്ത് സംഭവിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ 2 പ്രവർത്തനങ്ങളെ പറ്റി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. രണ്ടും ഭൂതകാലത്ത് കഴിഞ്ഞ പ്രവൃത്തികളാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും മുന്നേ നടന്ന ഒരു പ്രവൃത്തി ഉണ്ടാവില്ല, അതായത് ആദ്യം നടന്ന പ്രവൃത്തി, അതെന്തിൽ പറയണമെന്നറിയോ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. അതിനുശേഷം നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിൽ പറയണം. എന്താ പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ്, ഞാനിവിടെ എഴുതാം, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3, അതാണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ചാല് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയി. സിമ്പിൾ പാസ്റ്റ് ആ പേര് പോലെ തന്നെ വളരെ എളുപ്പമാണ്. സബ്ജക്റ്റും ക്രിയയുടെ രണ്ടാമത്തെ രൂപവും ചേർത്ത് വെച്ചാൽ സിമ്പിൾ പാസ്റ്റ് ആയി, കേട്ടോ. സിമ്പിൾ പാസ്റ്റ്. ഫസ്റ്റ് ആക്ഷൻ ഈസ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, whereas the second action follows the tense simple past. അതാണ് മനസ്സിലാക്കേണ്ടത്, കേട്ടോ. ഇവിടെ നോക്കിയേ, I had finished my homework before my friend called me. എന്നെ എന്റെ സുഹൃത്ത് വിളിക്കുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞിരുന്നു? ഞാൻ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇതിൽ ആദ്യം നടന്ന പ്രവൃത്തി ഏതാ? ഞാൻ ഹോംവർക്ക് ചെയ്ത് തീർത്തതല്ലേ? അതിന് ശേഷമല്ലേ എന്റെ സുഹൃത്ത് എന്നെ വിളിക്കുന്നത്. അപ്പൊ ആദ്യം നടന്ന പ്രവൃത്തി എന്തിൽ പറയണമെന്ന് പറഞ്ഞു? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്ന ഫോർമാറ്റിൽ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണമെന്ന് പറഞ്ഞു, അല്ലെ? ഇപ്പൊ സബ്ജക്റ്റ് ഐ ആണ്, ഹാഡ് ചേർത്തു, ഫിനിഷ്ഡ് ചേർത്തു, കണ്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് ഫസ്റ്റ് ആക്ഷൻ ആയതുകൊണ്ട് അത് PP പാസ്റ്റ് പെർഫെക്റ്റിൽ കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ആക്ഷൻ എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചതാണ്, അപ്പൊ അത് സിമ്പിൾ പാസ്റ്റിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സബ്ജക്റ്റ് ആണ്, ഇത് ക്രിയയുടെ രണ്ടാമത്തെ രൂപം. She had left the office when the boss arrived. ബോസ് വരുന്നതിന് മുന്നേ വന്നപ്പോ എന്ത് ചെയ്തു? അവൾ ഓൾറെഡി ഓഫീസ് വിട്ടിട്ടുണ്ടായിരുന്നു, അവള് സ്ഥലം കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു പക്ഷേ ചെയ്യാൻ ഏൽപ്പിച്ച വോക്കൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, മടിയായിരുന്നിരിക്കാം. By the time we reached the station, ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചിരുന്നു? The train had departed. ട്രെയിൻ ഓൾറെഡി വിട്ടിരുന്നു, സ്റ്റേഷൻ വിട്ടിരുന്നു. അപ്പൊ ആദ്യം നടന്ന പ്രവൃത്തി ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്താണ്. ഇറ്റ് ഈസ് എക്സ്പ്രസ് ഇൻ ദ ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ്. രണ്ടാമത് നടന്ന പ്രവൃത്തിയാണ് നമ്മൾ എത്തിച്ചേർന്നത്, അത് സിമ്പിൾ പാസ്റ്റ്. ഇതാണ് ഒന്നാമത്തെ നിയമം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നിയമം അത് വിത്തും ബൈയും ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. വിത്തും ബൈയും, ഒരാളാൽ മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് വിത്തും ബൈയും ഉപയോഗിക്കുക. എല്ലാ സിറ്റുവേഷനിലും, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സിറ്റുവേഷനിലും ഉപയോഗിക്കാൻ പറ്റില്ല. അതിനൊരു നിയമമുണ്ട്. യൂസ് വിത്ത് ഫോർ ടൂൾസ് ഓർ ഇൻസ്ട്രുമെന്റ്സ്. നമ്മളൊരു ഉപകരണം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ടൂൾ ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്ന സെന്റൻസുകളിൽ നോൺ ലിവിങ് തിങ്സിന് വേണ്ടിയിട്ടാണ് വിത്ത് ഉപയോഗിക്കേണ്ടത്.
അങ്ങനെ അത്തരത്തിലുള്ള സെന്റൻസുകളിൽ എന്ത് ഉപയോഗിക്കണം? വിത്ത് ഉപയോഗിക്കണം. ഒരു ഉപകരണം വെച്ച് ഒരു കാര്യം ചെയ്തു എന്ന് കാണിക്കാൻ. ഇവിടെ നോക്കിയേ, ഹി റോട്ട്, അവൻ എഴുതി. എന്തെഴുതി? ലെറ്റർ. എങ്ങനെ എഴുതിയത്? വിത്ത് എ പെൻ. അവിടെ കയറി ബൈ എഴുതി വെക്കരുത്. ഹി റോട്ട് ദ ലെറ്റർ ബൈ എ പെൻ എന്ന് പറയില്ല. കാരണം ഒരു ഉപകരണം, ആ ഉപകരണം വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ഒരു നോൺ ലിവിങ് തിങ് ആയതുകൊണ്ട് പെൻ ഈസ് എ നോൺ ലിവിങ് തിങ് അല്ലെ? അപ്പൊ അതിന് മുമ്പ് വിത്ത് ആണ്, അതുകൊണ്ട് ചെയ്തു എന്ന് കാണിക്കാൻ വിത്ത് ആണ് ഉപയോഗിക്കുക. ഷി കട്ട് ദ പേപ്പർ വിത്ത് സിസേഴ്സ്. കത്രിക കൊണ്ടാണ് മുറിച്ചത്. നമുക്കറിയാം കത്രികയ്ക്ക് ജീവനില്ല, ഇറ്റ്സ് എ നോൺ ലിവിങ് തിങ്. സോ അതുകൊണ്ട് എന്ത് യൂസ് ചെയ്യണം? വിത്ത് ഈസ് ടു ബി യൂസ്ഡ്. അങ്ങനെയാണെങ്കിൽ ബൈ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ബൈ ഉപയോഗിക്കേണ്ടത് ഫോർ ലിവിങ് ബീയിങ്സ്, ഡൂവേഴ്സ് ഓഫ് ദി ആക്ഷൻ. ഒരാളാൽ മറ്റൊരു പ്രവൃത്തി സംഭവിക്കപ്പെട്ടു. ഒരു ഉപകരണത്താലല്ല, ഒരു വ്യക്തിയാൽ, ഒരു ജീവനുള്ള ആളാൽ ഒരു മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് കാണിക്കാൻ. നോക്കിക്കേ, ദ പെയിന്റിംഗ് വാസ് ക്രിയേറ്റഡ് ബൈ ആൻ ആർട്ടിസ്റ്റ്. ഒരു ആർട്ടിസ്റ്റിനാലാണ് ആ പെയിന്റിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ദ മോട്ടോർ സൈക്കിൾ വാസ് ഡ്രിവൺ ബൈ എ ബോയ്. ഒരു ചെറിയ കുട്ടിയാലാണ് ആ മോട്ടോർ സൈക്കിൾ ഓടിക്കപ്പെട്ടത് അല്ലെ? അങ്ങനെ ഉപയോഗിക്കണം കേട്ടോ, ബൈ. അതാണ് വിത്തും ബൈയും തമ്മിലുള്ള വ്യത്യാസം. ഇത് പരസ്പരം മാറി ഉപയോഗിക്കരുത്. അതിൻ്റെതായിട്ടുള്ള ഒരു നിയമമുണ്ട് എന്ന് മനസ്സിലാക്കുക. റൂൾ നമ്പർ 3, ദ പ്ലസ് അഡ്ജക്റ്റീവ് നൗൺ ആയി മാറാം. നമുക്കറിയാം ഇംഗ്ലീഷിൽ 2 തരത്തിലുള്ള ആർട്ടിക്കിൾ ഉണ്ട്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, അതിൽ ആരൊക്കെയാ വരുന്നത്? എയും ആനും. രണ്ടാമത്തെ കാറ്റഗറി ഏതാ? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതിലേതാ വരുന്നത്? ദ. ഈ ദായ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും അഡ്ജക്റ്റീവിന്റെ കൂടെ ദ വരികയാണെങ്കിൽ അപ്പൊ എന്ത് സംഭവിക്കും എന്നറിയോ? അതൊരു നാമമായി മാറും. ആ അഡ്ജക്റ്റീവ് എന്തായി മാറും? ഒരു നാമമായി മാറും. ഉദാഹരണത്തിന് റിച്ച് എന്ന് പറഞ്ഞത് ഒരു നാമവിശേഷണമാണ്, ഒരു അഡ്ജക്റ്റീവ് ആണ് അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? പണമുള്ള, ധനമുള്ള എന്നൊക്കെയാണ്. പണമുള്ള എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? റിച്ച് ഇതൊരു അഡ്ജക്റ്റീവ് ആണ്, വിശേഷണമാണ്. ഈ വിശേഷണത്തിന്റെ കൂടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഞാൻ ചേർക്കുകയാണ്. അപ്പൊ ഇതെന്തായി? ദ റിച്ച് എന്നൊരു രൂപത്തിലേക്ക് മാറി. ഇപ്പൊ ഇതെന്താ സംഭവിച്ചതെന്നറിയോ? ഇത് കേവലം റിച്ച് മാത്രമായിരുന്നപ്പോ ഇതൊരു അഡ്ജക്റ്റീവ് ആയിരുന്നു, ഒരു വിശേഷണമായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഒരു ദ ചേർന്നപ്പോ ഇതെന്തായി മാറിയെന്നറിയോ? പണക്കാർ എന്നർത്ഥമുള്ള നൗൺ ആയി മാറി. ഇതെന്തിന് തുല്യമാണ്? റിച്ച് പീപ്പിൾ എന്ന് പറയുന്നതിന് തുല്യമാണ്. നമ്മൾ നോർമലി സംസാരിക്കുമ്പോ ഒരു ബേസിക് ഇംഗ്ലീഷ് ഉള്ളവർ എന്താ പറയാ? റിച്ച് പീപ്പിൾ എന്ന് പറയും അല്ലെ? കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഇംഗ്ലീഷ് വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ച് ഒരുപക്ഷെ അയാൾ റിച്ച് പീപ്പിൾ എന്ന് പറയില്ല, പകരം അയാൾ എന്തേ പറയുള്ളൂ? ദ റിച്ച് എന്നേ പറയുള്ളൂ. കാരണം അയാൾക്ക് അതിന്റെ ഉപയോഗം കൃത്യമായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാഷയില് ഈ റിച്ച് പീപ്പിൾ, ഈ പുവർ പീപ്പിൾ എന്നൊക്കെ പറയുന്നതിന് പകരം ദ റിച്ച് എന്ന്, ദ പുവർ എന്നൊക്കെ പറയാൻ തുടങ്ങിയാല് കേൾക്കുന്ന ആള് ഉണ്ടാക്കുന്ന ഇംപ്രഷൻ വളരെ വലുതാണ്. അയാൾ എന്തായാലും വിചാരിക്കും, ഓ ഇവൻ എന്തൊക്കെയോ അറിയാം, ഇംഗ്ലീഷിൽ ഇവൻ എന്തൊക്കെയോ കാര്യമായിട്ട് അറിയാം എന്നൊരു ചിന്ത നിങ്ങളെ കേൾക്കുന്ന ആളിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നോക്കിയേ, പുവർ, പുവറിന്റെ അർത്ഥം എന്താണ്? പാവപ്പെട്ട. ഇനി ഈ പാവപ്പെട്ട എന്ന അർത്ഥത്തിൽ ഈ അഡ്ജക്റ്റീവിന്റെ കൂടെ ദ ചേരുമ്പോൾ ദ പുവർ എന്നായി. ഇപ്പൊ ഇത് പാവപ്പെട്ടവർ എന്ന അർത്ഥം വരുന്ന നാമമായി മാറി. അഡ്ജക്റ്റീവ് എന്ന വേഷം അഴിച്ചു വെച്ചിട്ട് ആരായി മാറി? നൗണിന്റെ വേഷം എടുത്തിട്ടു. ആര് വന്നപ്പോ? ദ വന്നപ്പോ. ഇങ്ങനെ വരുന്ന നൗൺസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. they are plural nouns. അത് പ്ലൂരൽ നൗൺ ആണ്. ദ റിച്ച്, ഇവിടെ എല്ലാം ഇതെല്ലാം പ്ലൂരൽ നൗൺ ആണ് കേട്ടോ, അതും കൂടി മറക്കാതിരിക്കുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു പ്ലൂരൽ നൗൺ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നൗണ്, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ സെന്റൻസിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ the verb must be plural. വേർബും എന്താവണം? പ്ലൂരൽ ആവേണ്ടതുണ്ട്. കാരണം സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഒത്തൊരുമയിൽ പോകേണ്ടേ, അതുകൊണ്ട് വേർബും പ്ലൂരൽ ആകണം. അതുകൊണ്ടാണ് ഇവിടെ ലിവ് എന്ന പ്ലൂരൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ലിവ്സ് എന്ന് സിംഗുലർ ആക്കേണ്ട ആവശ്യമില്ല, കാരണം സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ.
അതുകൊണ്ടാണ് പ്ലൂരൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്, പി വി എന്ന് കൊടുത്തിരിക്കുന്നു, ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. ദ പുവർ നീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നീഡ്സ് എന്ന് പറഞ്ഞിട്ടില്ല. നീഡ്സ് എന്ന് ആക്കേണ്ട ആവശ്യകത ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ക്രിയ അതിന്റെ പ്ലൂരൽ രൂപത്തിൽ തന്നെ റിമൈൻ ചെയ്താൽ മതി. ഓക്കെ. ദ ബ്രേവ്, ധൈര്യശാലികൾ, നെവർ ബാക്ക് ഡൗൺ ഫ്രം ചാലഞ്ചസ്. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് കേട്ടോ. ധൈര്യശാലികൾ ഒരിക്കലും ചാലഞ്ചസിൽ നിന്ന് പുറത്തു പോകാറില്ല, എങ്കിൽ അത് ഒഴിവാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല. എത്ര വലുതാണെങ്കിൽ കൂടിയും ധൈര്യമുള്ള ആളാണെങ്കിൽ അത് നേരിടും, അല്ലെ? അതുപോലെ നിങ്ങൾ എക്സാമിനെയും നേരിടുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് നാലാമത്തെ റൂളിലേക്ക് പോകാം. റൂൾ നമ്പർ 4, ടു മച്ചും മച്ച് ടൂവും തമ്മിലുള്ള വ്യത്യാസം. ഒരുപക്ഷെ ഈ ടു മച്ച് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. എന്നാൽ രണ്ടാമത്തെ വാക്കായിട്ടുള്ള മച്ച് ടു അങ്ങനെയൊന്നും കേട്ടു പരിചയമില്ലാത്ത ഒരു ശൈലിയായിരിക്കും. നമുക്ക് നോക്കാം. ഈ ടു മച്ചും മച്ച് ടൂവും രണ്ടും ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യമാണ്. ഈ ടു മച്ച് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ്, ഒരു വിശേഷണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മച്ച് ടൂവിനെ ഒരു ക്രിയാവിശേഷണം അഥവാ ആഡ്വർബ് ആയിട്ടാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. രണ്ടും അർത്ഥമാക്കുന്നത് എക്സസീവ് എമൗണ്ട് എന്നാണ്. കൂടുതൽ എന്ന് തന്നെയാണ് രണ്ടിന്റെയും അർത്ഥം, പക്ഷെ ഉപയോഗം വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ടു മച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ചില നാമങ്ങള് ഇംഗ്ലീഷില് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നാമങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാമങ്ങൾ, മറ്റൊന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന നാമങ്ങൾ. ഈ തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാമങ്ങളെയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഈ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ മാത്രമേ ടു മച്ചിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങൾ എഴുതരുത്. ടു മച്ച് ഉണ്ടോ ഒരു സെന്റൻസിൽ, അപ്പുറം നോക്കുക ഒരു അൺകൗണ്ടബിൾ നൗൺ ആണോ, ആണെങ്കിൽ ഇറ്റ് ഈസ് റൈറ്റ്. കേട്ടോ, ഇവിടെ നോക്കിയേ, there is too much noise in the room. ഈ റൂമിൽ ഭയങ്കര ശബ്ദമാണ്. there is too much എന്നൊരു എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നു. ശേഷം നോയ്സ് എന്നത്, ശബ്ദം എന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പം ഇറ്റ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. രണ്ടാമത്തെ സെന്റൻസ്, he spent too much time playing video games. ലോക്ക്ഡൌണിൽ നമ്മൾ ചെയ്തിരുന്ന കാര്യം, അവൻ ഒരുപാട് സമയം വീഡിയോ ഗെയിംസ് കളിക്കാൻ വേണ്ടി ഇങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണ്, അല്ലെ? സ്പെൻഡ് ചെയ്തു. ടു മച്ച് എന്ന് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഉപയോഗിക്കേണ്ടത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതും ടൈം എന്ന അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ ബോത്ത് സെന്റൻസസ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്. കേട്ടോ, അപ്പോൾ മച്ച് ടു എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? മച്ച് ടു ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവ്സ് അഥവാ നാമവിശേഷണങ്ങളുടെ കൂടെ മാത്രമാണ്. ഈ മച്ച് ടു ഉപയോഗിച്ചതിന് ശേഷം തൊട്ടിപ്പുറത്ത് ആര് ഉപയോഗിക്കണം? അവിടെ കയറി അൺകൗണ്ടബിൾ നൗണിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? നെവർ. തെറ്റാണ്. ആരെ പ്ലേസ് ചെയ്യണം? അഡ്ജക്റ്റീവ്സിനെ. നോക്കിയേ, ദിസ് ബാഗ് ഇസ് മച്ച് ടു ഹെവി. ഭയങ്കര കനമുള്ളതാണ്, ഭാരമുള്ളതാണ്. മച്ച് ടു എന്ന് കൊടുത്തിരിക്കുന്നു. ശേഷം തന്നിരിക്കുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്, ഹെവി, ഭാരമുള്ള എന്നർത്ഥം വരുന്ന ഒരു വിശേഷണമാണ്, അല്ലെ? ദി എക്സാം വാസ് മച്ച് ടു ഡിഫിക്കൽട്ട് ഫോർ ബിഗിനേഴ്സ്. തുടക്കക്കാരെ സംബന്ധിച്ച് ഈ എക്സാം വളരെ വിഷമകരമായിരുന്നു. മച്ച് ടു എന്ന് കൊടുത്തിരിക്കുന്നു. വിഷമകരം എന്ന, ഡിഫിക്കൽട്ട് എന്ന അഡ്ജക്റ്റീവ് ആണ് ഇവിടെ കൊടുത്തത്. അതുകൊണ്ട് കുഴപ്പമില്ല, ശരിയാണ്. യെസ്. അഞ്ചാമത്തതും ഏറ്റവും അവസാനത്തേതുമായിട്ടുള്ള നിയമമാണ്, പലരും തെറ്റിക്കാറുണ്ട്. ബിസൈഡും ബിസൈഡ്സും. ഒരു കാലത്ത് എത്ര പഠിച്ചിട്ട് പോലും എനിക്കിത് പരസ്പരം ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. പലയിടത്തും മാറി ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴും ഞാനത് ഓർക്കുന്നു. ബിസൈഡും ബിസൈഡ്സും. ഈ ബിസൈഡ് എന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ നമുക്ക് അറിയാം, കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ്. ഇന്നറ്റ്, ഓൺ എന്നൊക്കെ പറയുന്നതിനെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അതുപോലൊരു പ്രിപ്പോസിഷൻ ആണ് ബിസൈഡ്. അതിന്റെ അർത്ഥം നെക്സ്റ്റ് ടു, അടുത്ത് എന്നാണ്. ഈ ബിസൈഡിന്റെ അർത്ഥം എന്താ? അടുത്ത് എന്നാണ് കേട്ടോ. ഷീ സാറ്റ് ബിസൈഡ് മീ ഓൺ ദ ബസ്. ബസ്സില് അവള് എന്റെ അടുത്താണ് ഇരുന്നത്. അപ്പൊ അടുത്തെന്ന് കാണിക്കാനാണ് ബിസൈഡ്. ബിസൈഡിന്റെ കൂടെ ഒന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിസൈഡ് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ഒക്കെയാണ് നെക്സ്റ്റ് ടു എന്ന് ചേർക്കണം. ഇവിടെ ടു എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. ബിസൈഡ് ഇറ്റ്സെൽഫ് ഈസ് കറക്റ്റ്.
The keys are beside the phone. ഫോണിന്റെ അടുത്താണ് കീസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. യെസ്, ഇത് അടുത്ത് എന്നർത്ഥമുള്ള ബിസൈഡ്, സൈഡ് എന്ന് ആലോചിച്ചാൽ മതി. ബിസൈഡ് സമം സൈഡ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. യെസ്, അടുത്തത് ബിസൈഡ്സ് ആണ്. ഒരു എസ് ചേരുന്നുണ്ട്, അത് അർത്ഥം വേറെയാണ്. അതൊരു പ്രിപ്പോസിഷൻ അല്ല, മറിച്ച് ഒരു ലിങ്കിങ് ആഡ്വേർബ് ആണ്. ബിസൈഡ്സ്, അതിന്റെ അർത്ഥം ഇത് മാത്രമല്ല മറ്റൊന്ന് കൂടിയുണ്ട്. ഇൻ അഡീഷൻ ടു, അപ്പാർട്ട് ഫ്രം, ഇതൊക്കെയാണ് ബിസൈഡ്സിന്റെ മീനിങ്. ഉദാഹരണം, ബിസൈഡ്സ് ഇംഗ്ലീഷ് ഹി സ്പീക്സ് സ്പാനിഷ്. ഇംഗ്ലീഷ് കൂടാതെ, അങ്ങനെ കൂടാതെ എന്ന് കാണിക്കാനാണ് ബിസൈഡ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് കൂടാതെ അവൻ എന്ത് പറയാം? സ്പാനിഷും അറിയാം. യെസ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഔട്ട്. എനിക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല. അത് മാത്രമല്ല, ഇത് മഴ പെയ്യുകയാണ് താനും പുറത്ത്. ഓൾറെഡി താല്പര്യമില്ല, അതിൻ്റെ ഇടയിൽ മഴയും കൂടി പെയ്യുന്നുണ്ട്. ബിസൈഡ്സ് ഇറ്റ്സ് റെയിനിങ്. ഇത് മാത്രമല്ല, ഇതും കൂടി ഉണ്ട് എന്ന് കേട്ടോ. അത് മാത്രമല്ല, ഇത് കൂടി ഉണ്ട് എന്ന അർത്ഥമാണ്. അപ്പൊ ഇത് പരസ്പരം മാറി ഉപയോഗിക്കാതിരിക്കുക. ഇതാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഓർത്തു വെക്കേണ്ട 5 ഗ്രാമർ നിയമങ്ങൾ. അപ്പം തിരിച്ചൊന്നും പോകണ്ട, നമ്മളൊരു 10 ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനാണ്. നമ്മൾ ഇപ്പം കേട്ട കാര്യങ്ങൾ മാത്രം, അതിന്റെ ബേസിൽ മാത്രം കേട്ടോ. പെട്ടെന്ന് അയ്യോ ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ പുറകിലേക്ക് പോയി സ്ലൈഡ് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പോസ് ചെയ്യുക, ഇവിടെ തന്നെ നിൽക്കുക, ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചതിന് ശേഷം ചോദ്യങ്ങളിലേക്ക് കിടക്കാം. The wealthy businessman believes that the poor deserves more opportunities to succeed. വളരെ പൈസയുള്ള ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കുകയാണ്, പാവങ്ങൾക്ക് വിജയിക്കാൻ കുറച്ചും കൂടി സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആവശ്യമാണ്, അർഹിക്കുന്നുണ്ട് എന്ന് അയാൾ വിശ്വസിക്കുകയാണ്. ഇവിടെ നോക്കിയേ, ദ പുവർ, നമുക്കറിയാം ഒരു അഡ്ജക്റ്റീവ് പ്ലസ് ഒരു ദായാണ്, അതൊരു പ്ലൂരൽ നൗണാണ്. ഈ പ്ലൂരൽ നൗൺ ആയതുകൊണ്ട് തന്നെ ഈ പ്ലൂരൽ നൗണിനോട് ചേർന്ന് പോകാൻ വെർബും പ്ലൂരൽ ആകേണ്ടതുണ്ട്. ഇവിടെ വെർബ് സിംഗുലർ ആണ്. യെസ് ചേരുന്നോണ്ടാണ് സിംഗുലർ ആയി മാറുന്നത്. അപ്പൊ സിംഗുലർ അല്ലാതാക്കാൻ വേണ്ടി ഈ എസിനെയും കട്ട് ചെയ്താൽ മതി കേട്ടോ. ഡിസേർവ് എന്ന് മാത്രം മതി, അതാണ് അതിനകത്ത് എറർ. By the time the participants realized the quiz had already started, the first round of the questions have been completed. ഇതെന്താ? ഇതൊരു by the time the participants realized, അതായത് പങ്കെടുക്കുന്ന ആൾക്കാർ റിയലൈസ് ചെയ്ത് വന്നപ്പോഴേക്കും ക്വിസ് ഓൾറെഡി തുടങ്ങുക മാത്രമല്ല, ഫസ്റ്റ് റൗണ്ട് ചോദ്യങ്ങൾ കൂടി കംപ്ലീറ്റും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊന്ന് റിയലൈസ് ചെയ്ത് വന്നപ്പോഴേക്കും ക്വിസും തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് റൗണ്ടിലെ ചോദ്യങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ആദ്യം നടന്ന പ്രവൃത്തി ക്വിസ് തുടങ്ങുക എന്നാണ്, പിന്നീട് നടന്ന പ്രവൃത്തി ചോദ്യങ്ങൾ തീരുക എന്നാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, ഏറ്റവും അവസാനമായിട്ട് റീസെന്റ് സംഭവിച്ച കാര്യമാണ് പാർട്ടിസിപ്പൻസ് റിയലൈസ് ചെയ്തു എന്നുള്ളത്. അപ്പം ഏറ്റവും മുന്നേ നടന്ന കാര്യത്തിൽ പെട്ടതാണല്ലോ ഈ ഫസ്റ്റ് റൗണ്ടിലെ ചോദ്യങ്ങൾ തീരുക എന്നുള്ളത്. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടത്. ഇവിടെ പൂർത്തിയാക്കപ്പെട്ടു എന്ന അർത്ഥത്തിലുള്ള പാസീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് ഹാവ് അല്ല, ഹാഡ് ബീൻ, പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ടെന്നാ പറയേണ്ടത്. ഹാഡ് ബീൻ കംപ്ലീറ്റഡ് എന്നാണ് കേട്ടോ. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, പാസ്റ്റ് പെർഫെക്റ്റിലാണല്ലോ ഒന്നിന് മുന്നേ നടന്നൊരു കാര്യം പറയേണ്ടത്. അപ്പൊ ഇവിടെ അത് പാസീവിൽ പറഞ്ഞത് കൊണ്ട് ഹാഡ് ബീൻ. ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഹാഡ് പ്ലസ് V3 ചേർക്കണമായിരുന്നു. ഓക്കെ, സോറി. മൂന്നാമത്തത്, besides to his dedication and consistent hard work, he achieved remarkable success. ഇവിടെ ബിസൈഡ്സ് തന്നെയാണ് ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ബിസൈഡ്സിന്റെ കൂടെ ടൂവിന്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ബിസൈഡ്സ് അങ്ങനെ തന്നെ വെച്ചാൽ മതി, ഇത് മാത്രമല്ല മറ്റൊന്നും കൂടി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ. ബിസൈഡ്സ്, apart from, in addition to എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ കൂടെ ടൂവിന്റെ ആവശ്യമില്ല കേട്ടോ. അതാണ് അതിനകത്ത് എറർ.
Okay. The entire room was beautifully decorated by colorful streamers and shimmering lights. Shimmering ലൈറ്റുകൾ കൊണ്ടും കളർഫുൾ ആയിട്ടുള്ള സ്ട്രീമേഴ്സും കൊണ്ടുമാണ് ആ മുറി മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത്. മനുഷ്യൻ ചെയ്താലേ ജീവനുള്ള ഒരു വ്യക്തിയാൽ സംഭവിച്ച കാര്യമാണോ ആ അലങ്കാരം? അല്ല, മറിച്ച് നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള ഈ രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് റൂം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബൈ അല്ല വേണ്ടത്, നോൺ ലിവിങ്സിനാൽ അല്ലെ ഉപകരണം അല്ലെങ്കിൽ ഒരു ടൂളൊക്കെ വെച്ച് ചെയ്തുക എന്ന് പറയാൻ എന്താ ഉപയോഗിക്കേണ്ടത്? വിത്ത് അല്ലേ? വിത്ത്. ബൈ അല്ല, വിത്താണ് ശരി ഉത്തരം കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, she became much too nervous while speaking because of the large audience. ഒരുപാട് പേര് അവളെ ശ്രവിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോ അവൾ എന്തായി? ഭയങ്കര നെർവസ് ആയി, അധികം നെർവസ് ആയി. മച്ച് ടു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചു മച്ച് ടുവിന് ശേഷം അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നെർവസ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഈ സെന്റൻസിൽ തെറ്റില്ല, നോ എറർ ആണ്. ഒരുപക്ഷെ ഇവിടെ ഒരു നൗണോ മറ്റോ ആയിരുന്നെങ്കിൽ അത് ഇറ്റ് വുഡ് ബിക്കം an error, ഒരു തെറ്റായി മാറിയേനെ. പക്ഷെ ഇവിടെ അതില്ല, നെർവസ് അഡ്ജക്റ്റീവ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ no need to correct it. Sixth question, I noticed her standing quietly besides the table waiting for her turn to speak. അവൾ ആ മേശയുടെ അടുത്ത് ഇങ്ങനെ അവളുടെ ഊഴം കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, സമാധാനത്തോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ നോട്ടീസ് ചെയ്തു എന്നാണ്. മേശയുടെ അടുത്ത് എന്ന് പറയേണ്ടത്. ഇവിടെ കിടക്കുന്നത് ബിസൈഡ്സ് ആണ്. ഇൻ അഡീഷൻ ടു എന്നർത്ഥം വരുന്ന വാക്കാണ്, അതല്ല ബിസൈഡ് എന്നുള്ളതാണ്. അടുത്ത് എന്നർത്ഥം വരണമെങ്കിൽ ബിസൈഡ് എന്ന് മാത്രം പറയാം, എസ് കട്ട് ചെയ്യുക കേട്ടോ. അതാണ് അതിനകത്ത് തെറ്റ്. He had barely begun explaining the complex project's details when the supervisor had interrupted him unexpectedly കേട്ടോ. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ കാര്യങ്ങളെ പറ്റി അവനിങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു ഫ്ലോ പിടിച്ച് വന്നപ്പോഴാണ് അവന്റെ സൂപ്പർവൈസർ അതിനകത്ത് കയറി ഇടപെട്ടത്. അവൻ ഇന്ററപ്റ്റ് ചെയ്തു അൺഎക്സ്പെക്ടഡ്ലി. അപ്പൊ ആദ്യം നടന്ന പ്രവൃത്തി ഇതിനകത്ത് അവൻ ആ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്ട്സിന്റെ ഡീറ്റെയിൽസ് വിശദീകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആദ്യം നടന്ന പ്രവൃത്തി. തുടങ്ങിയതിന് ഒരു കുറച്ചെത്തിയപ്പോഴാണല്ലോ അയാൾ ഇന്ററപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നടന്ന പ്രവൃത്തി അതാണ്. ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലാ പറയേണ്ടത് നമ്മൾ പഠിച്ചു. ഇവിടെ ഒരു സബ്ജക്റ്റും ഹാഡും V3 ഒക്കെ ഉണ്ട്. അപ്പൊ അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിലാന്നാ പറയേണ്ടത്, അല്ലെ? സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ കിടക്കുന്നത് വീണ്ടും പാസ്റ്റ് പെർഫെക്റ്റ്. രണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ഒരു സെന്റൻസിൽ അടുപ്പിച്ചു വന്നു, രണ്ട് പാസ്റ്റ് ആക്ഷൻസ്. അങ്ങനെ വരില്ല. രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിൽ പറയേണ്ടത് കൊണ്ട് സബ്ജക്റ്റ് പ്ലസ് V2 മാത്രം മതിയല്ലോ. അതുകൊണ്ട് ഈ ഹാഡിന്റെ ആവശ്യമില്ല, അതൊന്ന് ചോപ്പ് ചെയ്ത് അങ്ങോട്ട് മാറ്റുക. ഇന്ററപ്റ്റഡ് എന്ന് മാത്രം മതി കേട്ടോ. ദ സൂപ്പർവൈസർ ഇന്ററപ്റ്റഡ് ഹിം ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് V2 ആയി സിമ്പിൾ പാസ്റ്റ് ആയി. എട്ടാമത്തെ ചോദ്യം, ദ ലെറ്റർ വാസ് നീറ്റ്ലി റിട്ടൺ with a carefully chosen pen by my thoughtful friend. ലെറ്റർ എൻ്റെ ഒരു ഫ്രണ്ട് പേന വെച്ചാണ് എഴുതിയത്, അല്ലെ? The letter was neatly written with a carefully chosen pen. പേന കൊണ്ട് ആരെഴുതി? By my thoughtful friend. ഇവിടെ പേന കൊണ്ടെന്ന് കാണിക്കാൻ വിത്ത് ഉപയോഗിച്ചിരിക്കുന്നു, കറക്റ്റ് ആണ്. തോട്ട്ഫുൾ ഫ്രണ്ട്, വളരെ ചിന്താശേഷിയുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തത്, അല്ലെ? അപ്പം മനുഷ്യനായതുകൊണ്ട് ജീവനുള്ള വസ്തുവായിട്ട് പോയി. അപ്പൊ ഇവിടെ നോ എറർ ആണ് ബേസിക്കലി കേട്ടോ. എട്ടാമത്തെ ചോദ്യവും നോ എറർ ആണ്, തെറ്റില്ല, കറക്റ്റ് ആണ്. 9, the injured needed immediate attention while the brave was already assisting the rescue team. The brave റെസ്ക്യൂ ടീമിനെ ഓൾറെഡി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അത് അർത്ഥമാക്കേണ്ടത്. പക്ഷെ ഇവിടെ ചെറിയ പ്രശ്നം, ദ ബ്രേവ് എന്നുള്ളത് പ്ലൂരൽ നൗൺ ആണ്, അല്ലേ? പക്ഷെ ഇവിടെ കിടക്കുന്ന വെർബ് വാസ് ആണ്, സിംഗുലർ ആണ്. വാസിന്റെ ചേട്ടനാണല്ലോ വേർ, പ്ലൂരൽ.
അപ്പം വാസല്ല ഈ ദ ബ്രൈവിനോട് ചേർന്ന് പോകാൻ വേണ്ടി വേർ ആക്കണം. കാരണം ദ ബ്രൈവ് ഇസ് എ പ്ലൂറൽ നൗൺ കേട്ടോ. വേർ വേണം കേട്ടോ, വേർ. 10ാമത്തതും അവസാനത്തതുമായിട്ടുള്ള ചോദ്യം. He spent far too much time worrying about issues that had already been resolved. ഓൾറെഡി പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് അവൻ ചുമ്മാ ഇങ്ങനെ വറി ചെയ്തുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇപ്പൊ ഇവിടെ ടൂ മച്ച് ആണ്. നേരത്തെ മച്ച് ടു ആയിരുന്നെങ്കിൽ ഇവിടെ ടൂ മച്ച് ആണ്. ടൂ മച്ചിന് ശേഷം എപ്പോഴും ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ടൈം ഒരു അൺകൗണ്ടബിൾ ആണ്. So the sentence is grammatically correct. That means no error. കേട്ടോ, തെറ്റില്ല, ശരിയാണ്. ടൂ മച്ചിന് ശേഷം ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് ഉപയോഗിച്ചത്. അപ്പം 10 ശരിയാക്കി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ നിങ്ങളുടെ മാർക്ക് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. 5 നിയമങ്ങൾ പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചു. ഇനി ആ ഒരു നിയമങ്ങൾ എവിടെ വെച്ച് കണ്ടാലും മറന്നു പോകരുത് കേട്ടോ. ഈ കാര്യങ്ങളെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് മറന്നു പോകരുത്. നിയമങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. അടുത്തൊരു വിഷയവുമായി അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.